ഹലോ ഗൈസ് ഗൈസ് ഹലോ 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 ഗൈസ് വാട്സ്ആപ്പ് അയ്യേ എന്തൊക്കെയാ പറയുന്നത്. ഓക്കെ സോ ഹലോ ഗൈസ് വാട്സ്ആപ്പ്, ഞാൻ നിങ്ങൾ സ്വന്തം മറ്റൂസ് ഗെയിമിനെ കണ്ടുപിടിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആണ്. ബട്ട് നമ്മളിപ്പോൾ ഉള്ളത് ഏതോ ഒരു സർവറിലാണ്, ഏതെങ്കിലും കൂട്ടുകാരന്മാരെ ഏതോ ഒരു വേൾഡിലാണ്. ഏതെങ്കിലും കൂട്ടുകാരന്മാർ ചാനൽ സബ് ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക ആൻഡ് ഷെയറും ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി കേസ് വീഡിയോ ഇട്ടിട്ട് ഒരു 8-9 ദിവസത്തോളം നമ്മൾ വീഡിയോസ് ഇട്ടില്ല. നിങ്ങൾക്ക് എൻ്റെ മൈൻക്രാഫ്റ്റ് വീഡിയോസ് കൂടുതൽ ഇഷ്ടം തോന്നുന്നു. മോട്ടർ സിമുലേറ്റർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലാന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ അതിന് അധികം യൂസ് ഒന്നും കിട്ടുന്നില്ല. ബട്ട് ഞാനിന്ന് വന്നത് 1.21.72 കുറിച്ചുള്ള അപ്ഡേഷൻ കാര്യങ്ങൾ പറയാനായിരുന്നു. ഞാൻ കയറി കഴിഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേസ്. അത്യാവശ്യം ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സെറ്റിംഗ് ഉണ്ട്. പക്ഷേ ഇത് ഇച്ചിരി അലമ്പായിട്ടുണ്ട്. ചെറി ബ്ലോസം അങ്ങനെ ഒരു പറയുന്ന ചെടിയില്ലേ, ആ ചെടി മാതിരി നല്ല അലമ്പായിട്ടുണ്ട്. ആ ചെടീൻ്റെ നല്ല ഭംഗിയുണ്ടായിരുന്നു, പക്ഷേ ഇത് വമ്പ അലമ്പായിട്ടുണ്ട്. ഇല വീണിറങ്ങുന്നത്. ഓ നൈസ് അനിമേഷനൊക്കെ കൊള്ളാട്ടോ, സൂപ്പർ ഗൈസ്. അപ്പോൾ നമ്മുടെ പുതിയ അപ്ഡേഷൻസുകൾ എല്ലാം ഒന്ന് ചെക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും പറ്റുന്ന പോലെ നമ്മൾ ചെക്ക് ചെയ്യാം. നമ്മൾ കുറേ എന്തൊക്കെയൊക്കെയോ അപ്ഡേഷനുകൾ വന്നിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യാൻ ഓർത്തിട്ടാണ് ഗൈസ് ഞാൻ ഇറങ്ങിയത്. അപ്പോൾ എനിക്ക് അത്യാവശ്യം വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്തിട്ട് സർവൈവിലേക്ക് ഞാൻ ആക്കിയിട്ട് വീണ്ടും വരാം ഗൈസ്. സോ ഗൈസ് അങ്ങനെ നമ്മൾ അതും എടുത്തിട്ടുണ്ട്. ഒരു ബെഡും ഇച്ചിരി ഫുഡുമാണ് നമ്മൾ എടുത്തേക്കുന്നത്. ഓക്കെ, നമുക്ക് വേൾഡിൽ എന്തൊക്കെ വന്നിട്ടുണ്ടെന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്കൗട്ട് ചെയ്യണം എന്നുള്ളൊരു മൈൻഡിൽ ഞാൻ വന്നേക്കുന്നതാണ്. ഇതെത്ര തിളങ്ങുന്നേ അയ്യോ അമ്മേ. ഗൈസ് എൻ്റെ സൗണ്ട് ഇച്ചിരി വ്യത്യാസമുണ്ട്, പനിയൊക്കെ പിടിച്ചേക്കാണ്, അതുകൊണ്ടാണ്. ഓക്കെ ഇത് തിളങ്ങുന്നടേ, അത് നമുക്ക് കയ്യിൽ എടുക്കാൻ പറ്റും. നൈസ് 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 നൈസ്, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അപ്ഡേഷൻ 2 നമ്മൾ കണ്ടു. അപ്ഡേഷൻ 1 നമ്മൾ ആദ്യം കണ്ടായിരുന്നു. ഇത് 2 ആണ്. ഇനി എന്തുവെന്ന് നമുക്ക് തപ്പി കണ്ടെത്തണം കേട്ടോ. ഇനി അടുത്തത് എന്താണ് ഇതിനകത്ത് വന്നേക്കുന്ന അപ്ഡേഷൻസ്. നമ്മുടെ ബെഡ്റോക്ക് ഇപ്പോൾ നല്ല കളിക്കാനൊരു അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട് ഗൈസ്. സീരിയസ്ലി അത്യാവശ്യം ഭംഗിയായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടിപൊളി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി ഡെയിലി വീഡിയോസുകൾ ഇടുന്നു ഗൈസ്. ഇച്ചിരി എന്തൊക്കെയോ ആവുന്നുണ്ട്, അതാണ് പറ്റുന്നത്. ഇനി ഡെയിലി വീഡിയോസുകൾ വരുത്തിക്കും ഞാൻ അത്ര ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കും ഗൈസ്. ഓക്കെ, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് 3 സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു. സാഡായിപ്പോയി ഞാൻ, എന്നാ ചെയ്യാനടാവേ, സമയമില്ലാണ്ടായിപ്പോയി. ഓക്കെ, അപ്പോൾ ഇനി എന്താണ് നമ്മൾ ഡെയിലി വീഡിയോസ് ഉണ്ടാവും. നമുക്ക് ഇന്ന് ഉഷാറ് കയറണമെങ്കിൽ ഇനി നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലാതെ ഒരു ഉഷാറും എനിക്ക് കയറും തോന്നുന്നില്ല ഗൈസ്. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പോൾ അതെന്താടാ എടാ, ഇതിന് കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നൈസ്, ഇതിന് കുഞ്ഞൊക്കെ ഉണ്ടല്ലേ. ഓക്കെ എന്തോ എന്നാണ് ഇതിൻ്റെ പേര് ഞാൻ വിട്ടുപോയി. ഓ, ഇപ്പോഴേ വില്ലേജസ് പംകിങ് കാണാൻ തുടങ്ങിയിട്ടൂടെ. ഇവിടെ ആടിനൊന്നും വ്യത്യാസമില്ല കേട്ടോ. ആടൊക്കെ പഴയതുപോലെ തന്നെയാണ്. ആടൊക്കെ ഞാൻ കണ്ടിട്ട് തോന്നുന്നത്. ആടിനും പന്നിക്കും പശുവിനൊന്നും വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല ഇവിടെ. ഓക്കെ, ഇവിടെയൊക്കെ വീണ്ടും പഴയ സ്ഥലം വന്നാണ് വരുന്നത്. എനിക്ക് ഈ സാധനം ഇഷ്ടപ്പെട്ടു, ഈ തിളങ്ങുന്ന പൂവ്. നൈസ് പൂവായിട്ടുണ്ട്. കോഴിയൊക്കെ സാധാ ടൈപ്പാണല്ലേ. ഇത് ഇച്ചിരിയെങ്കിലും മാറ്റം വരുത്തിയെങ്കിൽ അടിപൊളി ആയേനല്ലോ. എനിവേ ഓക്കെ, നമുക്ക് എന്താണെങ്കിലും ബാക്കിയും കൂടെ തപ്പി കണ്ടെത്താൻ ഗൈസ്. അപ്ഡേഷൻസ് നമ്മൾ 2 നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ളൂ. ഇനി എന്തൊക്കെയൊക്കെയോ കിടപ്പുണ്ട്. ഇത് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഉണ്ടോ, ഇങ്ങനെ പരിപാടി ഉണ്ടോ, സ്റ്റിക്കിൻ്റെ പരിപാടി. നമ്മുടെ ഡെസേർട്ടിൽ മാത്രമേ ഞാനിങ്ങനെ സ്റ്റിക്കിൻ്റെ പരിപാടി കണ്ടിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റിയിരുന്നെങ്കിൽ അടിപൊളി ആയനെ. ക്രാഫ്റ്റിൻ്റെ അപ്ഡേഷൻസ് മൊത്തം എനിക്ക് നിങ്ങളൊന്ന് അറിയിച്ച് തരായിരുന്നു. അതെന്തോ സാധനം, എന്താ ഡെസേർട്ട് പോലെ ഇരിക്കുന്നത്.
ഒരുമാതിരി ഡെസേർട്ടിന്റെ ലുക്കൊക്കെ. എടാ പന്നിയാണോ അത്? എന്താ ഡെസേർട്ടിന്റെ ലുക്കൊക്കെ ഇരിക്കുന്നേ? എടാ പന്നിയാടാ. എടാ പന്നി എന്താ ഇങ്ങനെ ഇരിക്കുന്നേ ഒരുമാതിരി? അയ്യേ ഡെസേർട്ടിന്റെ ലുക്ക്. കുഴപ്പമില്ല ഗൈസ്, നല്ല അപ്ഡേഷൻസ് ആണ്. എടാ ഇതിന്റെ മൂക്കൊക്കെ പുറത്തോട്ട് ചാടിയ ഫീലിങ് കണ്ടാ? നൈസ്, നല്ലൊരു അപ്ഡേഷൻ ആണ്. അപ്പോൾ നമ്മൾ 3ാമത്തെ അപ്ഡേഷൻസും കണ്ടിരിക്കുന്നു ഗൈസ്. ഇനി 4ാമത്തെ അപ്ഡേഷനിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, ഗൈസ് അപ്പോൾ നമുക്ക് 4ാമത്തെ അപ്ഡേഷൻസിലേക്ക് ഞാൻ തപ്പിക്കണ്ടെത്തിട്ട് അപ്ഡേറ്റ് ചെയ്യാം. നൈസ്, എനിക്കിഷ്ടപ്പെട്ടു. ഓക്കെ, അപ്പോൾ മൈൻക്രാഫ്റ്റ് കൂടുതൽ കളിക്കാൻ കൊതി വരുത്തുന്ന രീതിയിലാണ് ഇപ്പോൾ മൈൻക്രാഫ്റ്റ് സെറ്റ് ചെയ്തേക്കുന്നത്. നൈസ്, നമ്മൾ വില്ലേജും കണ്ടെത്തി. അപ്പോൾ വില്ലേജസിന് എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടോ എന്ന് നമുക്ക് ചെക്കൗട്ട് ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ വില്ലേജിലെത്തി. ഒരു ഡോഗിനെ കണ്ടു. ബട്ട് ഇവൻ എന്താ, അയ്യോ ഇവൻ വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നുന്നില്ല. അയങ്കോളത്തെ കണ്ടിട്ടും വലിയ വ്യത്യാസം എനിക്ക് തോന്നുന്നില്ല. വെറുതെ തന്നെ ചെസ്റ്റൊക്കെ തുറന്നു നോക്കുന്ന ഒരു താൽക്കാലികമായിട്ടുള്ളൊരു വേൾഡാണ്. ഇവിടെ എനിക്ക് വില്ലേജസും വലിയ വ്യത്യാസമൊന്നും ഇല്ലടെ. ഓക്കെ, വിചാരിച്ച സ്ഥലത്തേക്കല്ല ചാടിയെങ്കിൽ പോലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ വേറൊന്നും കാണുന്നില്ലടേ. വേറെന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടായിരുന്നെങ്കിൽ. ഇങ്ങനെ പുക പോകുന്ന സെറ്റപ്പ് ഉണ്ടായിരുന്നോടാ? ഉണ്ടായിരുന്നു. ഓ ഇതെന്താ ഇടയ്ക്ക് ഇങ്ങനത്തെ സാധനമൊക്കെ വെറൈറ്റി ആയിരുന്നല്ലോ. എടാ ഇത് മറ്റേ രണ്ടും കൂടെ മിക്സഡ് ആയിട്ടുള്ള ടൈപ്പാണോ വില്ലേജസ്? ഓക്കെ, അപ്പോ ഇവിടെ വേറൊന്നും കാണാനില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. വില്ലേജസ് മാത്രമേ ഉള്ളൂ. പൂച്ചയ്ക്കും വലിയ വ്യത്യാസമൊന്നുമില്ല ഗൈസ്. വേറെ എന്തെങ്കിലും വ്യത്യാസം കൂടി ഉണ്ടായിരുന്നല്ലോ. ഇത് പശുവല്ല, ആടാണ് ഗൈസ്. ഇപ്പൊ നമ്മൾ പശുവിനെ കണ്ടില്ല. പശുവിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ആർക്കറിയാം? ആടിന് വലിയ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ നോക്കിയിരുന്നു. നമുക്ക് പശുവിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് ക്രിയേറ്റിവിറ്റി എടുത്തോക്കാലോ. നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് ക്രിയേറ്റിവിറ്റി എടുക്കാം. എഗ്ഗുകളൊക്കെ എവിടെയായിരുന്നു ഉണ്ടായിരുന്നത്? എഗ്ഗുകൾ എവിടെയാണുള്ളത്? എഗ്ഗുകൾ എവിടെയുള്ള? ഇതാണ് എഗ്ഗ്? ഇല്ല, ഇതൊക്കെ ഒന്നല്ല, വേറെന്താ സാധനം. ഇവിടെ എഗ്ഗുകൾ എവിടെയുള്ള? എഗ്ഗ് ഇതെന്താ? ഓ ഇതാണ് എഗ്ഗ്. ഇവിടെ എഗ്ഗിനൊക്കെ ഡിസൈൻ വന്നടേ. എടേ ഇതൊക്കെ എന്താ സാധനം? ഇത് വവ്വാലാ? ഇതെന്താ സാധനം? ഇത് സാധാ പശുവാണല്ലേ. സാധാ പശുവാണെങ്കിൽ നോക്കാം, ട്രൈ അടിക്കാം. ഇതെന്താ സാധനം? ഇതെന്താ സാധനം? പിന്നെ ഇതെന്താ സാധനം? എടേ ഇതിന്റെ ഒക്കെ എഗ്ഗ് ഒന്നുമില്ല. എല്ലാത്തിന്റെ എഗ്ഗ് വന്നോ? വാടന്റെ ഒക്കെ എഗ്ഗോ? എടേ ഇത് കൊറേ എഗ്ഗ് വന്നല്ലോ. വാടന്റെ ഒക്കെ എഗ്ഗ്. എടേ ആടാ വാടന്റെ ഒക്കെ എഗ്ഗ്. എടേ എന്തുവാടാ വരുത്തുമ്പോഴും അതിനും വേണ്ട ഒരു ഇതൊക്കെ. എടാ ഫാൻഡത്തിന്റെ ഒക്കെ എടേ വരുത്തുമ്പോഴും അതിനും വേണ്ട ഇതൊക്കെ. ഇതിനൊക്കെ എഗ്ഗ്. എടേ ഇത് വെറും ഉട്ടായിപ്പോ കേട്ടോ, വെറും ഉട്ടായിപ്പോ. ഇത് പഴയതുപോലെ തന്നെയല്ലേ ഉണ്ടാവുക. ഇതൊക്കെ എന്താ നമുക്ക് നോക്കാം ഗൈസ്, ചെക്കൗട്ട് ചെയ്യാം, എന്നിട്ട് വീഡിയോ അവസാനിപ്പിക്കും ഗൈസ്. ഫസ്റ്റ് ഇതെന്തുവാണ്? അയ്യോ നീയായിരുന്നാ? നീ അവിടെ ഇരുന്നാ? വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതത് പട്ടിക്കും വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. ഇതെന്താ സാധനം? ഇതെന്താ സാധനം? ഇത്
ഇതെന്തോ സാധനം എന്തോ ഇത് എനിക്ക് മനസ്സിലായില്ല. കുതിരയാണത്. ഇതെന്താ ഇങ്ങനത്തെ കുതിര? പച്ചക്കുതിരയോ? ഓടും കുതിര, ചാടും കുതിര, വെള്ളം കൊണ്ടോ നിൽക്കും കുതിര. പോയി അടുത്തത് പച്ച മീനാ. നൈസ് മീനൊക്കെ വരുന്നുണ്ടല്ലോ. ആ മീനുകൾ മൊത്തം തുള്ളിക്കളിക്കാണല്ലോ. തുള്ളിക്കളിക്കണ കുഞ്ഞുപുഴു, തുള്ളിക്കളിക്കണ കുഞ്ഞുപുഴു, തുള്ളിക്കളിക്കണ കുഞ്ഞുപുഴു, തുള്ളിക്കളിക്കണ കുഞ്ഞുപുഴു, തുള്ളിക്കളിക്കണ കുഞ്ഞുപുഴു. അല്ല, തുള്ളിക്കളിക്കണ കുഞ്ഞുമീന്, തുള്ളിക്കളിക്കണ കുഞ്ഞുമീന്, തുള്ളിക്കളിക്കണ കുഞ്ഞുമീന്, തുള്ളിക്കളിക്കണ കുഞ്ഞുമീന്, തുള്ളിക്കളിക്കണ കുഞ്ഞുമീന്, തുള്ളിക്കളിക്കണ കുഞ്ഞുമീന്. മതി 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 മതി. തുള്ളിക്കളിക്കണ കുഞ്ഞുമീന്, തുള്ളിക്കളിക്കണ കുഞ്ഞുമീന്, തുള്ളിക്കളിക്കണ കുഞ്ഞുമീന്, തുള്ളിക്കളിക്കണ കുഞ്ഞുമീന്. അയ്യോ കഴിഞ്ഞു 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 കഴിഞ്ഞു. മതി മതി മതി, അധികം ഓവർ വേണ്ട. ഓക്കെ, അടുത്തത് നെസ്റ്റ് നെസ്റ്റ് നെസ്റ്റ്. ഇതും ഇതൊക്കെ ഞാൻ വായിച്ചു നോക്കാണ്ട് എടുക്കാണ്ട് ചെയ്ത. ഇതൊക്കെ സാധാരണ ഉള്ള സാധനങ്ങളാണല്ലോ. ഇതൊന്നും വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. ഇതൊന്നും ഞാൻ വായിച്ചു നോക്കട്ടെ, ചുമ്മാതെ എടുത്തേക്ക് കേട്ടോ. ഇതിന്റെ ഡിസൈൻ കണ്ടിട്ട് എടുത്തതാണ്. മൈ മിസ്റ്റേക്ക്. ഓക്കെ, പക്ഷേ എവിടെ അത് പോയോ എന്തോ? എഗ്ഗ്. അതെ എഗ്ഗ്. ഇതിനകത്ത് പശു വെറൈറ്റി ഉണ്ടെന്നാണ് എൻ്റെ കേൾവി. അതേപോലെ തന്നെ ഇതിനകത്ത് ഇനി പട്ടീൻ്റെ എഗ്ഗ് ഏതാന്ന് എങ്ങനെയാടാ ഞാൻ കണ്ടെത്തുക? എവിടാ പട്ടീൻ്റെ എഗ്ഗ്? കിട്ടി. പശു ഞാൻ അതാണ് കണ്ട കണ്ട. ഞാൻ പറഞ്ഞില്ലേ ഒരുമാതിരി. ഇതെന്തോ ഞാൻ പറഞ്ഞല്ലേ പശുവിന് വ്യത്യാസമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞായിരുന്നു. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനെന്താ കൊമ്പാ? ഇന്ന് നിന്ന പശു കൊമ്പാ? കൊമ്പ്. പക്ഷെ കൊമ്പൊക്കെ മൂക്കൊക്കെ എല്ലാം ഒക്കെ. ഒന്ന് ബാക്ക് കാണിക്കടാവേ. ബാക്ക് കാണിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്യൊന്നുമില്ല. ഒന്ന് ബാക്ക് കാണിക്കടാവേ. ഇന്ന് ഞാൻ ചെയ്യില്ല. ഓക്കെ, ബാക്ക് ഉണ്ട്. ഇതൊക്കെ ഓക്കെ. ഇതെന്താ ഒരുമാതിരി പംകിൻ പോലെ ഇരിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവാത്തത്. എല്ലാം എനിക്ക് ഓക്കെ. ഇതെന്താ ഒരുമാതിരി പംകിൻ പോലെ ഇരിക്കുന്നത്? അതും വിട്. അടുത്ത നോക്കാം. പട്ടി. പോയി. പട്ടിക്ക് വലിയ വ്യത്യാസമൊന്നും ഇല്ലല്ലേ? വേറെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി പോണപ്പോഴേക്കും ഇത് ആ പട്ടിയല്ലേ? നമ്മളങ്ങനെ ചക്കന്മാരെ കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. നമ്മൾ കണ്ട കിടക്കണ കിടപ്പ് കണ്ട ഗൈസ്. നൈസല്ലേ ഇതൊരു കാണാൻ? വയത്താലുക്ക് മോനെ. ഇതിങ്ങനെയും വെച്ച് ഇങ്ങനെയും പിടിച്ച് എന്നിട്ട് ഇങ്ങനെ വന്ന് നിന്ന്. എന്നിട്ട് ഗൈസ് ഞാൻ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡ് കാണാതെ എല്ലാവർക്കും ഒന്നുമില്ലടേ. ബൈ ബൈ. ശരി എന്നാ. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഡെയിലി എപ്പിസോഡ് ഉണ്ടാവും ഗൈസ്. അപ്പോൾ കാണാൻ മറക്കല്ലേ. ബൈ.